യേശുനാഥനാകുന്ന സ്വർഗീയ അടയാളത്തെ നോക്കി പിതാവിലേക്ക് യാത്ര ചെയ്യുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. അടയാളങ്ങൾ അന്വേഷിച്ച തലമുറയോട് കർത്താവ് പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. ശെബാരാജ്ഞി ജ്ഞാനദാഹത്തോടുകൂടി സോളമൻ്റെ അടുക്കിലേക്ക് വന്ന് അവൾ സോളമനിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ, എന്നിട്ടും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. 3 സത്യങ്ങൾ കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. 1, തലമുറ ദുഷിക്കുവാനുള്ള കാരണം അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. 2, നൽകപ്പെട്ട ഏക അടയാളം യോനയുടെ അടയാളം മനുഷ്യപുത്രനായ യേശുക്രിസ്തു. 3, ന്യായവിധിയിൽ ഉയർപ്പിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യും എന്ന ബോധ്യവും തിരിച്ചറിവും. ഇന്നത്തെ സുവിശേഷം അടയാളങ്ങളെയും വിശ്വാസത്തെയും ക്ഷമയെയും കുറിച്ചുള്ളതാണ്. ദൈവത്തോട് നാം എന്താണ് ചോദിക്കുന്നത്? കൂടെ നാം അടയാളങ്ങൾ ചോദിക്കുന്നുണ്ടോ? ചില സമയങ്ങളിൽ അവൻ്റെ അസ്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തെളിവ് ആവശ്യപ്പെടാൻ പോലും നാം അഹങ്കാരികളാണ്. ഈ സുവിശേഷം അർത്ഥമാക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഒന്നാമതായി ദൈവത്തിലും അവൻ്റെ പദ്ധതിയിലും ഒരാൾ എപ്പോഴും വിശ്വസിക്കണം എന്ന സത്യം. ബുദ്ധി കൊണ്ട് നീ സർവ്വതിനെയും കാണുവാൻ അല്ല ശ്രമിക്കേണ്ടത്, ദൈവത്തോടുള്ള വിശ്വാസത്താലും സമർപ്പണത്താലും നമ്രതയാലും നീ ഈ ലോകത്തെ കാണുവാനും ജീവിക്കുവാനും പരിശ്രമിക്കണം. 2, ഒരു വ്യക്തിക്ക് തെളിവ് വേണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് ചുറ്റും നോക്കുക എന്നതാണ്. തീർച്ചയായും അവൻ അത് കണ്ടെത്തും. നീ കാണുന്ന മലകളിലും പുഴകളിലും വൃക്ഷങ്ങളിലും മൃഗങ്ങളിലും മനുഷ്യരിലും നീ അത് കണ്ടെത്തും. കർത്താവ് പറഞ്ഞു, യോനയിലേക്ക് നോക്കുക, അതുമാത്രമായിരിക്കും നിങ്ങളുടെ അടയാളം. മനുഷ്യപുത്രനും അതുപോലെ കടന്നു പോകും. 3, നമുക്ക് സ്വാർത്ഥത ഉണ്ടെങ്കിലും പശ്ചാത്തപിച്ചാൽ അതെല്ലാം ആ ദൈവം എപ്പോഴും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. 2 വിശ്വാസത്തിൻ്റെ തൂണനുഭവങ്ങൾ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. 1, യോനയും 2, സോളമനും. യോന നിനേവെ നിവാസികളെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി. നിനേവെ എന്നത് ഇന്നത്തെ ഇറാഖിലെ മൊസൂളിനോട് ചേർന്നുള്ള ഒരു നഗരമായിരുന്നു. BC 965-931 കാലഘട്ടത്തിലാണ് ശെബാരാജ്ഞി സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ട് സോളമനെ കാണുവാനായി കടന്നു വന്നത്. സോളമനെ കണ്ട് അത്ഭുതപ്പെട്ട് അവൾ അവനിലൂടെ ദൈവത്തെ സ്തുതിച്ചു. ഇന്നത്തെ അറേബ്യയിലെ ആധുനിക യമൻ അഥവാ വടക്കേ ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഒരു പ്രദേശത്ത് നിന്നുമാണ് ആ കാലത്ത് ശെബാരാജ്ഞി കടന്നു വന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ, എന്നിട്ടും നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ല, ജ്ഞാനം ദാഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇവിടെയാണ് ശിക്ഷാവിധിയിലേക്ക് നാം നമ്മെ തള്ളിവിടുന്നത്. ഏക സത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവനെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം നമ്മോട് പറഞ്ഞു തരും. വീണ്ടും ശിക്ഷാവിധി ഉണ്ടാകുന്നത് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയും, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുന്നില്ല, ദൈവക്രോധം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, ഏക അടയാളം ക്രിസ്തു തന്നെയാണ്. ഏക സത്യവും ക്രിസ്തു തന്നെയാണ്. ആ യേശു ക്രിസ്തുവിനെ നോക്കി നീ ജീവിക്കുമ്പോൾ വീണ്ടും നീ അടയാളങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിന്റെ ശിക്ഷാവധിയുടെ കാലം നീ ശപിക്കപ്പെട്ടവനായി മാറുവാൻ സാധ്യതയുണ്ട്.
ദൈവ സ്നേഹത്തിൽ ക്രിസ്തു അടയാളത്തെ നോക്കി സ്വർഗത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധിച്ചിടുന്നു ഞാൻ എൻ്റെ കർത്തനെ, പാടിപ്പുകഴ്ത്തിയിടും ജീവനാളെല്ലാം. ആരാധിച്ചിടുന്നു ഞാൻ എൻ്റെ കർത്തനെ, പാടിപ്പുകഴ്ത്തിയിടും ജീവനാളെല്ലാം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ. പാതകളിൽ നാമന്തിനു ഭയന്നിടണം, പാടുകളേറ്റ കർത്തനൻ കൂടെയുള്ളതാൽ. പാതകളിൽ നാമന്തിനു ഭയന്നിടണം, പാടുകളേറ്റ കർത്തനൻ കൂടെയുള്ളതാൽ. പ്രാണപ്രിയൻ ചാരവേ ഞാൻ നടന്നിടുമ്പോൾ, പ്രാണപ്രിയൻ ചാരവേ ഞാൻ നടന്നിടുമ്പോൾ, നിത്യാനന്ദമെന്നിൽ നിറഞ്ഞിടുന്നു, നിത്യാനന്ദമെന്നിൽ നിറഞ്ഞിടുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ. എൻ കൺമുന്നിൽ കണ്ടിടുന്നതോ ശൂന്യതകളോ, കൈപിടിച്ചു നടത്തുന്നോ നിറവല്ലയോ. എൻ കൺമുന്നിൽ കണ്ടിടുന്നതോ ശൂന്യതകളോ, കൈപിടിച്ചു നടത്തുന്നോ നിറവല്ലയോ. ഇനി നാളുകൾ ഒരുങ്ങുന്നതോ നിവർത്തികൾക്കായി, ഇനി നാളുകൾ ഒരുങ്ങുന്നതോ നിവർത്തികൾക്കായി. കാത്തിരുന്നു പ്രാപിക്കും ഞാൻ വിശ്വാസത്തോടെ, അത് കാത്തിരുന്നു പ്രാപിക്കും ഞാൻ വിശ്വാസത്തോടെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിടാത്ത വഴികൾ ഒരുക്കിയ ജീവനാഥനെ.